വീണ്ടും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. മോചനദ്രവ്യം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മരിച്ച തലാലിന്റെ കുടുംബവുമായി തർക്കം തുടരുകയാണ്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇവിടെ നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട്. പക്ഷേ അതിനിടെ കഴിഞ്ഞ ദിവസം തലാലിൻ്റെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്നോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ യാതൊരു ചർച്ചകളോ ഈ കുടുംബവുമായി നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് ഈ സമവായ ചർച്ചകൾക്ക് വേണ്ടി അവിടെ പോകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയതാണ്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? ടോം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മോചന ശ്രമവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പക്ഷേ ആദ്യ ദിനങ്ങളിലൊക്കെ കൃത്യമായ ഒരു പുരോഗതി പുറത്തേക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം ഏത് തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്, എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് യമനിലെ പണ്ഡിതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ അത്തരമൊരു അപ്ഡേറ്റ് കൃത്യമായി നൽകാത്ത രീതിയിലാണ്. കാരണം ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തുന്നു. ഈ മോചനം വളരെ പെട്ടെന്നാവും, അല്ലെങ്കിൽ ഈ മരിച്ച തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ എന്നിവ തുടങ്ങി പലതരത്തിലുള്ള പ്രചാരണങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനായി വളരെ രഹസ്യമായാണ് ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തിൻ്റെ അടുപ്പമുള്ള പണ്ഡിതന്മാർ വഴി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗോത്ര തലവന്മാരുമായും ഒപ്പം കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. നേരത്തെ വധശിക്ഷയ്ക്കുള്ള തീയതി നിശ്ചയിച്ചെങ്കിൽ പോലും അത് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിനുശേഷം മറ്റൊരു തീയതി നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പുതിയ തീയതി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരുപക്ഷെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ. പക്ഷേ അത്തരം നീക്കങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ ആശാവഹമായി തന്നെ പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് കാന്തപുരം പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പുതിയ കത്ത് കഴിഞ്ഞ ദിവസം അയച്ചിരുന്നത്. നേരത്തെ ഈ നിമിഷ മോചനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കത്ത് കൂടി അയച്ചിരിക്കുന്നത്. കാരണം ഈ ദയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൃത്യമായി പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന ശ്രമങ്ങൾ മതപരമായ ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത് ദിയാദനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ്. ഈ പണം നൽകുന്നതിൽ ധാരണ എത്തുക, അല്ലെങ്കിൽ ഈ പണം നൽകുക എന്നതുകൊണ്ട് മാത്രം മോചനത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നില്ല. ഇന്ത്യയിൽ പണപ്പിരിവ് നടത്തിയാലും അത് യമൻ പോലുള്ള ഒരു ഇടത്തിൽ തടസ്സം നിൽക്കുന്നത്. അനീഷ്, ഇവിടെ തലാലിൻ്റെ കുടുംബം നേരത്തെ തന്നെ ഈ ദിയാദനവുമായി ബന്ധപ്പെട്ടല്ല പ്രശ്നം, ഇത് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത് പറയുന്നുണ്ട്. ഒരു മതപരമായ ഒരു ചർച്ചകളാണ് വേണ്ടത്. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? തികച്ചും ഈ മതപരമായ കാര്യത്തിൽ ഊന്നി തന്നെയാണ് ഇപ്പോഴും ഈ അനുനയ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മതത്തിൽ പറയുന്നുണ്ട്, ഇത്തരം ഒരു കൃത്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ അതിന് അർഹരായ ആളുകൾ മാപ്പ് നൽകിയാൽ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ഉചിതമായ നഷ്ടപരിഹാരം നൽകി മാപ്പ് നൽകിയാൽ അത് ഒരു മതപരമായ കാര്യമായി കണക്കാക്കാൻ കഴിയും എന്നത്. അതുകൊണ്ട് അതിലൂന്നി തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ തലാലിൻ്റെ സഹോദരൻ ഒരു വശത്ത് എതിർപ്പ് നിൽക്കുന്നെങ്കിൽ പോലും മറുവശത്ത് കുടുംബാംഗങ്ങളിൽ ഒരു സമവായത്തിലെത്താൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഇത്രമേൽ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളിൽ ഏറിയ പങ്കും ഈ ഒരു തീരുമാനത്തെ മാപ്പ് നൽകുന്നതിനെ എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തലാലിൻ്റെ സഹോദരനാണ്, നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം പോസ്റ്റുകൾ ഇടുകയും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പരിഭാഷ പോലും കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അടക്കം അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഈ മോചനത്തിലേക്ക് നീങ്ങുമ്പോൾ പണം എത്തിക്കുന്ന കാര്യമാവട്ടെ, ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ആ രാജ്യവുമായി യമൻ
യമനുമായി നടത്തുന്നതാവട്ടെ, നമുക്കറിയാം അവിടെ ഒരു എംബസി പോലും നിലവിലില്ലാത്ത സാഹചര്യം. അയൽ രാജ്യത്ത് നിന്നാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിൻ്റെ സഹായം അനിവാര്യമാണ്. നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നപ്പോഴും ഒരു 6 അംഗ സമിതി ഇക്കാര്യങ്ങളിലെ മുന്നോട്ട് പോട്ടെ എന്നാണ് അന്ന് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ആശയം. ഒന്ന്, കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, അതായത് ആധ്യാത്മിക തലത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ, അത് ഈ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ, നിയമപരമായ കുരുക്കുകൾ അഴിക്കണം. അത്തരം കാര്യങ്ങൾക്കായി 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുക, 2 ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളായ 2 പേർ. ഇവരാണ് നേരത്തെ മുതൽ തന്നെ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലെ കാര്യങ്ങൾക്ക് സഹായകമാകുന്ന 2 പേർ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും, അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ അതിനും ആയി കേന്ദ്ര സർക്കാരിനെ സമീപിക്കൂ എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്തായാലും അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് മറുവശത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഘടകങ്ങൾ മറുവശത്തൊക്കെ നിൽക്കുന്നു. തീർച്ചയായും അനീഷ്, നിമിഷപ്രിയയുടെ വധശിക്ഷ നേരത്തെ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ചർച്ചകൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ചർച്ച വഴിമുട്ടൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല അതിനിടെ പല രീതിയിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഈ തലാലിൻ്റെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ വീട്ടുതടങ്കലിലാണ്. അങ്ങനെയുള്ള പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളൊക്കെയാണോ ഈ ചർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നത്? തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച വലിയൊരു തരത്തിൽ ഈ ചർച്ചയ്ക്ക് വിലങ്ങുതടിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഈ കാന്തപുരം ഇടപെട്ട ശേഷം അത് ഒരു പോസിറ്റീവായ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയുമ്പോൾ തീർച്ചയായും കാന്തപുരത്തിൻ്റെ എതിരുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് യോജിപ്പില്ലാത്ത ആളുകളുണ്ട്. അവരൊരു വിഭാഗം നിൽക്കുന്നു. ഒരു വശം ആളുകൾ കാന്തപുരത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അദ്ദേഹം അങ്ങേയറ്റം മാനസികപരമായ ഒരു ഇടപെടൽ നടത്തി. അതുകൊണ്ട് കാന്തപുരം മഹാനായ ആളാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ആളുകൾ സന്ദർശിക്കാൻ പോകുന്നു. അദ്ദേഹത്തെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾ ഇടുന്നു. മറുവശത്ത് ചാണ്ടിയുമ്മനാണ് ഇക്കാര്യത്തിൽ കാന്തപുരത്തിലേക്ക് എത്തുന്ന രീതിയിലെ വഴിത്തിരിവുണ്ടാക്കിയത്. അതുകൊണ്ട് ചാണ്ടിയുമ്മനെ അഭിനന്ദിച്ച് പോസ്റ്റുകൾ ഇടുന്നു. അങ്ങനെ ഓരോ വിഭാഗം ആളുകളും അവരവരെ ഉയർത്തിക്കാട്ടി പോസ്റ്റുകൾ ഇടുമ്പോൾ മറുവശത്ത് ഈ കാന്തപുരം ഒന്നും നടത്തിയ ഇടപെടലുകളല്ല, സർക്കാർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നടത്തുന്ന ഇടപെടലുകളുടെ ഫലമാണ് ഇപ്പോഴത്തെ ഈ നീക്കമെന്ന് പറയുന്നു. മറുവശത്ത് ഈ സാമുവൽ ജെറോമൊക്കൻ്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന ആക്ഷൻ കൗൺസിൽ 4-5 വർഷമായി ഇതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ഫലമാണ് ഇപ്പോഴത്തെ ഈ പുരോഗതി എന്ന് പറയുന്നു. അങ്ങനെ ഓരോ തട്ടിലായി ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കറിയാം. കേരളത്തിൽ പലപ്പോഴും പൊതുകാര്യങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കൂ എന്ന് പറയുമ്പോഴും ഭിന്നിച്ച് നിൽക്കുന്ന സ്വരങ്ങളും പലയിടത്തുനിന്നും ഉയരാറുണ്ട്. ഇത്തരം ഭിന്ന സ്വരങ്ങളും പലയിടത്തുനിന്നും ഉയരുന്നു. ആക്ഷൻ കൗൺസിലിനെതിരെ ഉയരുന്നു. അവർ ധനം സമാഹരിച്ച ശേഷം അതിന് കൃത്യമായ കണക്കുകളില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ ഈ ഭിന്നത കൃത്യമായും തലാലിൻ്റെ കുടുംബം അറിയുന്നുണ്ട്. പ്രത്യേകിച്ചും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ്. അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെപ്പോഴും പിന്തുടരുന്നുണ്ട്. അവയിൽ എന്താണ് നടക്കുന്നതെന്നതിൻ്റെ കൃത്യമായ പരിഭാഷകളടക്കം അദ്ദേഹത്തിന് നൽകാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിലൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ഈ മോചനം എന്നത് ഒരു അനിശ്ചിതമായ ദൗത്യമായി നീങ്ങുമോ എന്നൊരു ആശയക്കുഴപ്പം ഉയരുകയും ചെയ്ത്. പക്ഷേ നമുക്കിപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്ത് വലിയ ഒച്ചയും ബഹളവും ഇല്ലാതെ തന്നെ കാര്യക്ഷമമായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വലിയ പുരോഗതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒരു ശുഭകരമായ വാർത്തകൾ വൈകാതെ യമനിൽ നിന്നും കേരളത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നയതന്ത്ര തലത്തിലെ ഇടപെടലിനായുള്ള ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നിമിഷയുടെ അമ്മ കുറച്ച് നാളായി തന്നെ യമനിലുണ്ട്. അവർക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ വിശദീകരണം പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു. താൻ ആരുടെയും തടങ്കലിലല്ല, സാമുവൽ ജെറോമിൻ്റെ ഒരു സംരക്ഷണയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. മലയാളികളായ ആളുകൾ സനയിൽ തനിക്ക് വലിയ സഹായം ചെയ്യുന്നു. തൻ്റെ ഭക്ഷണവും മരുന്നും അടക്കം എല്ലാ കാര്യങ്ങളിലും അവർ കൃത്യമായ
ഇടപെടൽ നടത്തുന്നുണ്ട്. തനിക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിമിഷയുടെ മോചനം എന്ന ഒറ്റ കാര്യത്തിലേക്ക് ലക്ഷ്യങ്ങൾ ചുരുങ്ങണം. മറ്റ് പലയിടത്തായി ഭിന്നിച്ചു പോകാതെ പലയിടത്തായി പരസ്പരം ചെളിവാരി എറിയാതെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയാണ് അവർ രാവിലെ ആവശ്യപ്പെട്ടത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു വശത്തേക്ക് കേന്ദ്രീകരിക്കണം. വിവാദ വിഷയങ്ങൾ പലപ്പോഴും ഈ ദിശ മാറ്റിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരു വശത്ത് ചർച്ചകൾ വളരെ ഗംഭീരമായി തന്നെ പുരോഗമിക്കുന്നു എന്നും വ്യക്തമാവുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള വ്യക്തത അധികം വൈകാതെ എത്തുമെന്നാണ് ഈ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേൽ